നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ഋഷഭയോഗീശ്വര ചരിതമെന്ന 20ാമത്തെ ദശകത്തിലെ 6ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷക, ശ്ലോകം ശ്രദ്ധിക്കുക. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അധോദ്വഹൻ ആത്മരഥാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മാ. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അധ ഉദ്വഹൻ ആത്മരഥാശയഃ അപി അജീജനഃ തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശഃ ഭരതഃ അഗ്രജന്മാ. അടുത്തതായി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. അഥ ആത്മരഥാശയഃ അപി ജിതേന്ദ്രദത്താം കമനീം ജയന്തീം ഉദ്വഹൻ തത്ര ശതം തനൂജാൻ അജീജനഃ യേഷാം അഗ്രജന്മ ഭരതഃ ക്ഷിതീശഃ ച അഭവത്. അടുത്തതായി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. പരമാത്മാവിൽ മനസ്സിനെ രമിപ്പിച്ചവനാണെങ്കിലും ഭവാൻ അനന്തരം അങ്ങയാൽ പരാജിതനാക്കപ്പെട്ട ഇന്ദ്രനാൽ ദാനം ചെയ്യപ്പെട്ട സുന്ദരിയായ ജയന്തിയെ വധുവായി സ്വീകരിച്ച് അതിൽ 100 പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തു. ആ പുത്രന്മാരിൽ അഗ്രജനായ മൂത്തവനായ ഭരതൻ രാജാവായി വാഴുകയും ചെയ്തു എന്ന് സാരം. നമസ്തേ.